വളരെ സന്തോഷത്തോടുകൂടിയാണ് ഞാൻ തിരിച്ചു വന്നിരിക്കുന്നത്. എപ്പോഴും സ്നേഹത്തോട് എൻ്റെ ഹൃദയത്തിലാണുള്ളത്. ഇപ്പം ഞങ്ങൾ താമസിക്കുന്നത് അമേരിക്കയിലാണ്. ഞങ്ങളായിട്ട് താമസിക്കുന്നത്. അത് കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇറ്റലി ഇത് കേട്ടുണ്ടോ, യൂറോപ്പിൽ ഇറ്റലി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇറ്റലിയിലാണ് ഇപ്പം ഞങ്ങൾ താമസിക്കുന്നത്. അവിടെ ജോലി സംബന്ധമായിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് മാറിയിരിക്കുകയാണ്. നല്ല സ്ഥലമാണ്. പക്ഷെ അവരാരും മലയാളം പറയത്തുമില്ല, ഇംഗ്ലീഷും പറയത്തില്ല, ഇറ്റാലിയൻ ഭാഷ മാത്രമേ പറയത്തുള്ളൂ. അപ്പോൾ അവിടെയൊക്കെ പറയുന്ന ഒരു വാക്കുണ്ട്, ലൈഫ്, ഇംഗ്ലീഷ്, ലൈഫ് ഈസ് ടു ഷോർട്ട്. ആർക്കെങ്കിലും മനസ്സിലായോ? ജീവിതം വളരെ ചുരുങ്ങിയതാണ് എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ കാലമൊന്നുമല്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ കാലമാണ്, നമ്മൾ കഷ്ടപ്പാടിലൂടെ കടന്നു പോകുമ്പോഴത്തേക്ക്. പക്ഷേ ലൈഫ് ഈസ് ടു ഷോർട്ട്. അപ്പോൾ അവർ പറയുന്നത് എന്നാന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാൻ പഠിക്കുക. സ്നേഹിക്കുക. ഒറ്റയ്ക്കാണെങ്കിലും എന്ത് വരും? എന്താ പറഞ്ഞേ? മറ്റെന്താ പറഞ്ഞേ? ഏകാന്തത. ഏകാന്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കരമായ അവസ്ഥയാണ്. നിങ്ങൾ വിചാരിക്കുക അറിയാമായിരിക്കും. ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. അപ്പം ആ ഒരു പ്രായത്തിൽ എന്ത് കാരണമായിക്കൊള്ളട്ടെ നിങ്ങൾ ഒരുമിച്ച് ഇരിക്കാനുള്ള ഒരു അവസരം ഒരുക്കി തരാൻ ദൈവം 2 മാലാഖമാരെ ഭൂമിയിലോട്ട് വിട്ടു. ദൈവം 2 മാലാഖമാരെ ഭൂമിയിലോട്ട് വിട്ടു. ആരാത്? സന്തോഷം പ്രദാനം ചെയ്യുവാനായിട്ട് ദൈവം അയച്ച 2 മാലാഖമാരാണ് ഞാൻ പറഞ്ഞ എൻ്റെ നിഷി അരാജു. നമുക്ക് അവർക്കൊരു, നിങ്ങൾ എപ്പോഴും ചെയ്യുന്നത്, എന്നാലും നമുക്ക് അവർക്കൊരു ഐഡിയ കൊടുത്ത് എല്ലാവർക്കും എൻ്റെ പെങ്ങളെ ഒന്ന് കെട്ടിപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഒറ്റയ്ക്ക് വന്നപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വന്നത്. അപ്പം നിഷയുടെ സിസ്റ്റർ ഉണ്ടായിരുന്നു ഇവിടെ. എന്ത് വിചാരിക്കുന്നുണ്ട്? അടുക്കളയ്ക്ക് വിളിക്കുക. അപ്പം എന്നോട് കഥയെല്ലാം പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു, ദൈവമേ, അതൊരു നിയോഗമാണ്, മനസ്സിലായില്ലേ? അല്ലാണ്ട് നിഷ വലിയ കോടീശ്വരിയായിട്ട് ജനിച്ചതോ എടുത്തറിയാവുന്നില്ല. പക്ഷെ അതൊരു വലിയ നിയോഗമാണ്. അതുകൊണ്ട് എപ്പോഴും നിഷ വരെ നിങ്ങൾ ഒരു പ്രോഗ്രാം ചെയ്യുന്നത് പറഞ്ഞ് പോസ്റ്റ് എടുപ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ് കാണുമ്പോഴത്തേക്ക്. അപ്പോൾ നിങ്ങളെ കണ്ടതിലും ഇവിടെ കൂടെ വന്നിരിക്കാൻ ഒത്തതിലും വലിയ സന്തോഷമുണ്ട്. അപ്പം നിങ്ങളുടെ ഒരു മോനും മോളുമാണ്. ഞങ്ങൾക്ക് മക്കളുണ്ട്. അല്ലെ, എൻ്റെ മോനും മോളും ഇവിടെ വന്നിട്ടുണ്ട്. ഡോക്ടർമാരാണ്. അവരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ചികിത്സിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവർ ഞങ്ങളെപ്പോൾ വന്നാലും ഞങ്ങൾ ഇവിടെ വരും. ഞാൻ പിള്ളേരോട് പറയാം, എല്ലാവർക്കും ഒരു സന്തോഷമാണ്. അപ്പോൾ എന്നാൽ ഞാൻ നിർത്തട്ടെ. നമുക്ക് 2 വാക്ക് മേഡത്തിനെ കൊണ്ട് സംസാരിപ്പിക്കാം. നമുക്ക് മനസ്സിലാകത്തില്ലാത്തതുകൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാണ്ട് നമുക്ക് ഏട്ടനെ തന്നെ വിളിക്കാം, അല്ലേ? ലിസ ഇങ്ങനെ ആളുകളുടെ മുൻപിൽ സംസാരിച്ചിട്ടില്ല, അതുകൊണ്ട് അറിയാം. ലിസയുടെ ജോലി എന്ന് പറയുന്നത് ഒരു മേശയുടെ പുറകിൽ നിന്നുള്ള പണിയാണ്. അതുകൊണ്ട് അവർക്ക് സംസാരിക്കാറില്ല എന്ന് പറഞ്ഞു. And I'm very, very pleased to meet all of you. And we follow you online. Yes. ഞങ്ങളെ ഇവിടെ ഇവിടേക്ക് നിങ്ങൾക്ക് വരാനൊത്തതിലും നിങ്ങളോടുകൂടി സമയം ചെലവഴിക്കാനൊത്തതിലും വലിയ വലിയ സന്തോഷമുണ്ട്. ഞങ്ങൾ നിഷയുടെ പോസ്റ്റ് നിങ്ങൾ എന്തൊക്കെ നിങ്ങളുടെ ക്രിസ്മസ് പ്രോഗ്രാം എല്ലാം ഇരുന്ന് കണ്ടു കേട്ടോ. അതുപോലെ നിങ്ങൾ കഴിഞ്ഞ ദിവസം മാളികപ്പുറം സിനിമ കാണാൻ പോയി. അതെല്ലാം കാണാറുണ്ട്. ഏത് പോസ്റ്റ് സ്നേഹക്കൊണ്ട് കണ്ടാലും അത് ആദ്യം കാണുന്നത്. അപ്പൊ നിങ്ങളെല്ലാവരും വലിയ സിനിമാ സ്റ്റാർമാരാണ്. സിനിമയിൽ അഭിനയിക്കുന്നത് മമ്മൂട്ടികളാണ്. നിങ്ങൾക്കത് അറിയില്ലെങ്കിൽ നിങ്ങൾ ഓരോ ഡാൻസ് ചെയ്യുമ്പോഴും ഞങ്ങൾക്ക് നിങ്ങളുടെ വലിയ സിനിമ, ഞങ്ങളൊന്നും അതിനകത്തൊന്നും ഇല്ല. അപ്പൊ നിങ്ങൾ സിനിമാ താരങ്ങളാണ്. വളരെ നന്ദി.
വിശിഷ്ടാതിഥികളായിട്ട് ഇവിടെ വന്നിരിക്കുന്ന നമ്മൾക്ക് അന്നദാനം തരുന്ന ദാതാവായ രഞ്ജി മാത്യു സാറിനും ലിസ മാഡത്തിനും ആയുസ്സും ആരോഗ്യവും സമാധാനവും സന്തോഷവും കൊടുക്കണമെന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. ഇതുപോലെ നിറയെ സ്ഥലങ്ങളിലെ പരോപകാരപ്പെടുത്തി ചെയ്യാനുള്ള സാമ്പത്തികവും ശാരീരികവുമായിട്ടുള്ള എല്ലാ കഴിവുകളും സാറിനും മാഡത്തിനും കൊടുക്കണമെന്ന് നമ്മയോട് അപേക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് മരിച്ച ദിവസം ആചരിക്കുന്ന കുര്യൻ ജോസഫ് സാറിൻ്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് ആനയിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ജമാൽ ഹുസൈൻ സാറിൻ്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് ആനയിക്കണമെന്ന് കർത്താവെ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന കാർത്തിക് മോന് ദീർഘായുസ്സും ആരോഗ്യവും സമാധാനവും സന്തോഷവും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ അന്നദാനം തന്നിട്ടുള്ള എല്ലാവർക്കും സമാധാനവും സന്തോഷവും ആരോഗ്യവും സാമ്പത്തികവുമായിട്ടുള്ള എല്ലാ കഴിവുകളും ദൈവമേ കൊടുക്കണമെന്നും ഇതുപോലെ നിറയെ സ്ഥലങ്ങളിൽ അന്നദാനം കൊടുക്കാനുള്ള സാമ്പത്തികവും ശാരീരികവുമായിട്ടുള്ള എല്ലാ കഴിവുകളും ദൈവമേ അവർക്ക് നൽകണമേ എന്ന് അങ്ങയോട് അപേക്ഷിക്കുന്നു. മക്കളെ വെല്ലൂടെ നട്ടിട്ട് വേണേ പോവാൻ.